അടുത്ത അതിർത്തി വരുന്നത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് നിന്ന് സ്വാഭാവികമായും അതിർത്തി വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അത് ചാണ്ടി ഉമ്മനാണ്. മന്ത്രിസഭയിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റേത്. പക്ഷേ അവസാന മിനിറ്റിൽ ചാണ്ടി ഉമ്മൻ്റെ പേര് വെട്ടി. ഇന്നലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. നടന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുന്ന ചാണ്ടി ഉമ്മൻ സദസ്സിലിരിക്കാതെ കാണികളോടൊപ്പം ആളുകളോടൊപ്പം പോയി നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്ന ചാണ്ടി ഉമ്മൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധം നേരിട്ട് അവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയാണ് ചാണ്ടി ഉമ്മൻ തഴയപ്പെട്ടു പോയത്? ആരാണ് ചാണ്ടി ഉമ്മനെ വെട്ടിയത്? ഉത്തരം വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. നോക്കാം എന്താണ് അവസാന മിനിറ്റിൽ ചാണ്ടി ഉമ്മന് പറ്റിയതെന്ന്. സനോജ്, ഗുഡ് മോർണിംഗ്. ഈ മന്ത്രിസഭ, UDF മന്ത്രിസഭ അവർ ജയിച്ചതിനു ശേഷം ചർച്ചകൾ വരുമ്പോൾ തന്നെ ആദ്യം കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റേത്. പക്ഷേ തഴയപ്പെട്ടു പോയി. ആരാണ് വെട്ടിയത്? എവിടെയാണ് തഴയപ്പെട്ടത്? എന്താണ് സംഭവിച്ചത്? സനോജ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചകളിൽ ആദ്യം മുതൽ തന്നെ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റേത്. ചാണ്ടി ഉമ്മൻ്റെ പേര് ഉയർന്നു കേൾക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ മോൻ ആണ് എന്നുള്ള പ്രഥമ പരിഗണന തന്നെയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പരിഗണന ഓർത്തഡോക്സ് സഭാംഗം എന്നുള്ള പരിഗണന കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭാംഗങ്ങളായിട്ടുള്ള 3 പേരാണ് നിലവിൽ നിയമസഭാ അംഗങ്ങളായി വിജയിച്ചിട്ടുള്ള UDF അംഗങ്ങൾ. അതിൽ ഒരാൾ ചാണ്ടി ഉമ്മനാണ്. രണ്ടാമത്തെ ആൾ ആറന്മുള മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അബിൻ വർക്കിയാണ്. മൂന്നാമതൊരാൾ കുട്ടനാട്ടിൽ നിന്നും വിജയിച്ച റെജി ചെറിയാനാണ്. അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ 3 പേരിൽ 2 പേർക്കാണ് പിന്നെ മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പേരുകാരൻ ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. രണ്ടാമത്തെ ആൾ അബിൻ വർക്കിയായിരുന്നു. എന്നാൽ ചാണ്ടി ഉമ്മന് പ്രതീക്ഷിച്ചത് സ്വാഭാവികമായും താൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ ആ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു. പുറമേ ചാണ്ടി ഉമ്മൻ മന്ത്രിയാവാത്തതിലുള്ള സങ്കടമൊന്നും പറയുന്നില്ല എങ്കിൽ കൂടിയും പാർട്ടി നിലപാടിനൊപ്പം നിൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള അമിതമായ പ്രതീക്ഷ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം വെട്ടിപ്പോയി. പ്രത്യേകിച്ച് എല്ലാ നേതാക്കന്മാരും മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തുകയും അവിടെ പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി പലരും പല ആത്മബന്ധങ്ങൾ പുലർത്തിയിരുന്നു. ഒപ്പം തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മനെ അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. അതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മനേക്കാൾ ജൂനിയറായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള OJ ജനീഷ്, അദ്ദേഹം മന്ത്രിയായി മന്ത്രിസഭയിലെത്തുമ്പോൾ ആ ജില്ലയുടെ പരിഗണന എന്ന നിലയിലാണ് OJ ജനീഷിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ അതിനേക്കാൾ പരിഗണന കിട്ടേണ്ട മറ്റൊരു ജില്ലയായിരുന്നു കോഴിക്കോട്. ആ കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് മന്ത്രിമാരില്ലാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രശ്നം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പണി നേരത്തെ തന്നെ തുടങ്ങിയതാണ്. സനോജിന്റെ ഓർമ്മയിലുണ്ടാകും. ചാണ്ടി ഉമ്മനെ അരുണാചൽ പ്രദേശിന്റെയോ മറ്റോ ചുമതല നൽകിക്കൊണ്ട് ഓടിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല, അത് ഓർമ്മയില്ലേ? അവിടെ തുടങ്ങിയതാണ് ഈ കളികൾ. അതിനുശേഷം ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേര് നൈസായിട്ട് വെട്ടുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അത് KC വേണുഗോപാൽ വിഭാഗം തന്നെയാണ് ഈ ഇടപെടൽ നടത്തിയത് എന്നാണ്. അവിടെ തന്നെയാണ് പറ്റിയത്. തീർച്ചയായിട്ടും. അതായത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് ഈ കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൻ്റെ ദേശീയ ചുമതല ഉണ്ടായിരുന്ന ആൾ കൂടിയായിരുന്നു ഈ ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തെ ആ സമയത്ത് അദ്ദേഹത്തിനോട് പറയാതെയാണ് ആ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തത്. ആ നീക്കം ചെയ്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണെന്നുള്ള ഉത്തമ ബോധ്യം ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ തൻ്റെ അഭിപ്രായ ഭിന്നത തുറന്നു പറഞ്ഞുവെങ്കിൽ കൂടിയും ഇവർക്കെതിരെ പ്രത്യക്ഷമായി ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അറിയാം, ഈ ഷാഫി പറമ്പിൽ KC വേണുഗോപാലിനൊപ്പം നിന്നുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അണിയറ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്തിയ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ലീഗിനെ ഏറെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ കൂടിയും യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞതോടുകൂടി ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നവമാധ്യമങ്ങളിലൂടെ ലീഗ് അണികൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചാണ്ടി ഉമ്മനെതിരെ ഉണ്ടായ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി ഈ ചാണ്ടി ഉമ്മനെ വെട്ടാൻ വേണ്ടി അണിയറയെ പ്രവർത്തിച്ചത് തൻ്റെ മുൻ വൈരാഗിയായിരുന്ന ആളുകൾ തന്നെയാണെന്നുള്ള ബോധ്യം ഈ ചാണ്ടി ഉമ്മനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നേരത്തെ സനോജ് പറഞ്ഞതുപോലെ അന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടക്കമുള്ളവരാണ് ചാണ്ടിയെ ഔട്ട്റീച്ച് സെല്ലിന്റെ പദവിയിൽ നിന്ന് ചാടിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അവർ തമ്മിലുള്ള പ്രശ്നം അതിങ്ങനെ കാലങ്ങളായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഷാഫി പറമ്പിലും കൂട്ടരും നിൽക്കുന്നത് KC വേണുഗോപാൽ പക്ഷത്താണ്. അപ്പോൾ ഇടപെടൽ ഏത് വഴിയാണ് വന്നതെന്ന് അതിന്റെ റൂട്ട് മാപ്പ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അല്ലേ?
തീർച്ചയായിട്ടും ഈ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയത്തു നിന്നും വിജയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ, അതായത് DCC പ്രസിഡന്റ് നാട്ടക സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, എം ജെ സെബാസ്റ്റ്യൻ ഉൾപ്പെടെ, പൂഞ്ഞാറിൽ വിജയിച്ച എം ജെ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് കോട്ടയത്തു നിന്നും വിജയിച്ച. മറ്റൊരാൾ റോണി കെ ബേബി, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിജയിച്ച റോണി കെ ബേബിയാണ്. ഇതിൽ ഭൂരിപക്ഷ ആളുകളും KC വേണുഗോപാലിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആളുകളായിരുന്നു. ചാണ്ടി ഉമ്മനും ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലിനോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പിന്തുണ VD സതീശന് ലഭിച്ചതോടുകൂടി ചാണ്ടി ഉമ്മൻ സതീശനോട് അനുകൂല നിലപാട് സ്വീകരിച്ചു തുടങ്ങി. ഈ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ പക്ഷക്കാരായിട്ടുള്ള ഷാഫി പറമ്പിലൊക്കെ തന്നെ അണിയറ പ്രവർത്തനം നടത്തി ചാണ്ടി ഉമ്മനെ വെട്ടിയത് എന്നുള്ള വികാരമാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സഭാംഗങ്ങളായിട്ടുള്ള ആരും ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയില്ല എങ്കിൽ കൂടിയും അവർ പരസ്യമായി പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ സർക്കാർ നിലപാടിനെതിരെ പ്രത്യക്ഷമായി